ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ ഡ്രീം യുഗിയാണ് വണ്ടി. എൻജിൻ വർക്കായിട്ട് അഴിച്ചായിരുന്നാണ്. എൻജിൻ സൗണ്ട് ഉണ്ടായിരുന്നു. ക്രാങ്കിൻ്റെ സൗണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് അഴിച്ചപ്പോൾ എൻജിൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്ത കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് വന്നേക്കണ ബെയറിങ്ങുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാം ചെയിൻ, ടൈമിങ് ചെയിൻ എന്ന് പറയും, അത് കിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ഡിസ്ക് നമ്മൾ നിലവിലൊന്നും ചെയ്തിട്ടില്ല, നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ക്ലച്ച് ഡിസ്ക് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1 ഇയർ വാറണ്ടി ഉള്ളതാണ് വണ്ടി. അതായത് എൻജിൻ വർക്കിന് 1 വർഷം വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും വരാം 3 ജനറലായിട്ടുള്ള സർവീസും ഒരു ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങുമാണ് നമുക്ക് മെയിനായിട്ട് വന്നത് കേട്ടോ. 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് സർവീസ് വരാം. അതേപോലെ തന്നെ ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വന്ന് ആ സമയത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ഓയിൽ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എഞ്ചിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിലാണ് വരാം. അപ്പോൾ അതൊന്ന് അഴിച്ച് അതിൻ്റെ സ്ക്രീൻ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ടാപ്പറ്റ് ലൂസോ ഓയിൽ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെയാണ് ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ നമുക്ക് ഒരു ഫിൽറ്റർ ക്ലീനിങ്ങിനായിട്ട് കൊണ്ടുപോകാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അതിന് ശേഷം നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ഓരോ 4 മാസം കൂടുമ്പോഴാണ് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടുന്ന് പറഞ്ഞു തരും. അപ്പോൾ അതും പ്രകാരം കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ള ഡാറ്റാസ് ഉണ്ടെങ്കിലാണ് നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നമുക്ക് ഇതേപോലെ സർവീസൊക്കെ ഇതായി പോയേക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതും പ്രകാരമാണെങ്കിൽ നമുക്ക് കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നാൽ നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്ത് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടുന്ന് പറഞ്ഞു തരും കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി 2019 ബാറ്ററിയാണ് അതും ഇരിക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല. 2000 അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് നോക്കി, പക്ഷേ കാര്യമില്ല, കാരണം ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ കൺവെർട്ടർ യൂണിറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ടി എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഹോണും ഇൻഡിക്കേറ്റർ അതൊക്കെ വർക്ക് ചെയ്യാനായിട്ടൊരു സഹായമാവാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഹെഡ് ലൈറ്റിനൊക്കെ വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോൺ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഹോൺ പുതിയത് നമ്മൾ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് HT കോയിൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്തത്. അതേപോലെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജനറലായിട്ടും മൈനറായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ബ്രേക്കൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് റെഡി ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയത്തെ ഈ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആവാനായിട്ട് കറക്റ്റായിട്ടുള്ള സർവീസ് പീരീഡുകളിൽ സർവീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് കൃത്യമായിട്ടായിട്ട് ബില്ല് തരുമ്പോൾ അതിനകത്ത് എഴുതി തരാം. അതും പ്രകാരം ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ.